കാണുന്നതിന് മുമ്പ് കല്യാണി പോവാറുള്ള ക്ഷേത്രത്തിലൊന്ന് നോക്കാം. മത്സരം എടുത്തതുകൊണ്ട് ഒരു പക്ഷേ ദേവിയെ പ്രാർത്ഥിച്ച് പോയിട്ട് നോക്കാൻ പോയതാണെങ്കിലോ? ഹലോ, നീ ഒരു ഓട്ടോ വിളിച്ച് വിളിപ്പുറത്ത് അമ്പലത്തിലേക്ക് വാ. നീ വാ, ബാക്കിയൊക്കെ വന്നിട്ട് പറയാം. ശരി. അകത്തേക്ക് കയറാൻ എന്താ ഒരു വഴി? ആരെങ്കിലും ആ ഇൻവെർട്ടർ ഒന്ന് ഓണാക്ക്. ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവാനുള്ളതായിരുന്നല്ലോ. 2 തവണയായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവുന്നില്ല. എനിക്ക് ജീവനുള്ളപ്പോ ഈ കണ്ണ് ഇറങ്ങി ഞാൻ സമ്മതിക്കില്ല. എന്റെ ബ്രോയെ ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. പറ, എന്താ കാര്യം? കല്യാണിയെ കാണാനില്ല. ഡാൻസ് സ്കൂളിൽ പോയി കല്യാണി കാണാനില്ലെന്നോ? അതെ, ഡാൻസ് സ്കൂളിൽ നിന്ന് കല്യാണിയെ കാണാതായി. അല്ല, ഇതെവിടെ പോയി? ഇവിടെ എന്തൊക്കെ നടക്കുന്നെന്ന് അറിയാൻ വയ്യല്ലോ ഇത്. അല്ല, ഇനി കല്യാണി ബ്രോയെ കാണാൻ വന്നാണെങ്കിലോ? ബ്രോ, അല്ല സുവർണ, ഇത് കല്യാണി ഇതിനകത്ത്? അതൊക്കെ ഞാൻ പറയാം, നീ വാ. അല്ല, നീ വാ. ഒരുപാട് കടവുണ്ട് കല്യാണി നിന്നോട്. വലിയ എനിക്ക് അച്ഛനെ ഒന്ന് ഫോൺ ചെയ്യണം. അച്ഛന് സുഖമില്ലെന്ന് അനിയൻകുട്ടൻ പറഞ്ഞപ്പോ എനിക്കെന്റെ ജീവൻ അങ്ങ് പോണത് പോലെയാ തോന്നിയേ. കല്യാണിയും ഞാൻ ദാസേട്ടനെ പോയി കണ്ടിരുന്നു. ദാസേട്ടന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ദാസേട്ടൻ ഉറങ്ങിയിട്ടുണ്ടാവും. ഇനി നാളെ വിളിക്കാൻ. കല്യാണി, നീ ഇപ്പോഴെങ്കിലും മടങ്ങി വന്നില്ലായിരുന്നെങ്കിൽ ഒരു... വേണ്ട, അത് കേൾക്കാനുള്ള ത്രാണി പോലും ഈ കല്യാണിക്കില്ല. അയ്യോ, അഖില മാഡം. ആനന്ദ്, അമ്മേ, ഇരിക്കമ്മേ. വേണ്ട, നീ ഉറങ്ങാൻ തുടങ്ങിയോ? ഇല്ലമ്മേ. അച്ഛനെങ്ങനെയുണ്ട്? അച്ഛൻ അവിടെ ഫോൺ ചെയ്യ. നടന്നതൊക്കെ ഓർക്കുമ്പോ ഉള്ളിലൊരു തീയ. കറണ്ട് പോയില്ലായിരുന്നെങ്കിൽ ആലോചിക്കാൻ കൂടി വയ്യ അമ്മയ്ക്ക്. ദൈവം വന്ന് കറണ്ട് ഓഫ് ചെയ്തതുപോലുണ്ട്. ദൈവമല്ലമ്മേ, ദേവി. അല്ല, അമ്മ എപ്പോഴും ദേവിയുടെ അമ്പലത്തിലാണല്ലോ പോവാറ്.
ഏയ് ഒന്നുമില്ലടാ, വിലാസിനി നിന്നെ വെറുതെ പേടിപ്പിച്ചതാ. ആ അപ്പൊ ചില അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ പെർഫെക്റ്റ് ആടാ. നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഗംഗയുടെ കാര്യത്തിൽ ഞാനും അവനും തമ്മിൽ ഇങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഇന്ന് വരെ ജീവിതത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഞാൻ പറയുന്നതായിരുന്നു കൃഷ്ണേട്ട അവന്റെ അവസാന വാക്ക്. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് അവൻ എന്റെ തീരുമാനം തെറ്റായിരുന്നു എന്ന അർത്ഥത്തിൽ സംസാരിക്കാൻ തുടങ്ങി. നിന്റെ ഏത് തീരുമാനം തെറ്റായിരുന്നു എന്നാണ് അവൻ പറഞ്ഞത്? തെറ്റെന്ന് അടിവരയിട്ട് പറഞ്ഞില്ല. പക്ഷെ അവൻ പറഞ്ഞു വന്നതിന്റെ പൊരുളതായിരുന്നു. ഗംഗയുടെ കാര്യത്തിൽ എനിക്കെന്തോ പിഴവ് പറ്റിയെന്നു. ഒന്നുമില്ല, നീ പറഞ്ഞതിനെ കുറിച്ച് ഞാൻ ആലോചിച്ച് നോക്കിയതാ. കൃഷ്ണേട്ടൻ വിഷമിക്കണ്ട. തൃച്ചംബരത്തെ മൂത്ത മരുമകളെ തെരഞ്ഞെടുക്കാൻ നടത്തുന്ന ഈ ഡാൻസ് മത്സരത്തിൽ ഗംഗ ജയിക്കും. അതോടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാവുകയും ചെയ്യും. അതെ, മത്സരത്തിന്റെ ജയപരാജയങ്ങൾ തൃച്ചംബരത്തിന്റെ വിധി നിർണയിക്കട്ടെ. തയ്യാറാവില്ലെന്ന് വെച്ചാൽ അതിനർത്ഥം ഗംഗയിൽ അമ്മയ്ക്ക് അത്ര വിശ്വാസം വന്നു എന്നാ. നിന്റെ കാര്യത്തിൽ തന്നെ അറിയാലോ, അമ്മയ്ക്ക് ഒരാളിലെ വിശ്വാസം വന്നാ അത് അത്ര പെട്ടെന്നൊന്നും മാറ്റാൻ അമ്മ തയ്യാറാവില്ല. നീ ഇതിനെക്കുറിച്ചൊന്നും ഓർത്ത് വെറുതെ ഭയക്കുകയും വിഷമിക്കുകയൊന്നും വേണ്ട. എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. ഞാൻ ഇനി ഗംഗയെക്കുറിച്ച് അമ്മയോട് എന്ത് പറഞ്ഞാലും അമ്മ അത് കാര്യത്തിലെടുക്കില്ല. ഗംഗയുടെ കാര്യത്തിൽ അമ്മയെ മാറ്റിയെടുക്കാന്നുള്ള വിശ്വാസവും ഇപ്പൊ എനിക്കില്ല. ഇനി നമ്മുടെ മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ. അത് നിന്നെ കൊണ്ട് മാത്രമേ പറ്റൂ. നീ ഈ മത്സരത്തിൽ ജയിക്കണം. ഇനിയിപ്പോ അവളെയായിരിക്കും അവൻ തെരഞ്ഞു നടന്നത്. അയ്യോ എന്റെ ദൈവമേ, എനിക്ക് ഇങ്ങനൊരു സംശയം ഉണ്ടെന്ന് അറിഞ്ഞാ മതി അഖിലാണ്ടേശ്വരി എന്റെ ഉദകക്രിയ നടത്താൻ. ഇന്നലെ അറിയിക്കുന്നതിന് മുൻപ് അവന്റെ റൂമിൽ നിന്ന് കല്യാണിയെ കയ്യോടെ പിടികൂടണം. അതിനിപ്പോ എന്താ ഒരു വഴി? വിലാസിനിക്കാണോ വഴികൾക്ക് ക്ഷാമം? നോക്കാം. ആന്റിക്ക് എന്താ എന്നെ സംശയമാണോ? ആന്റി, ഞാനത് വെക്കുമ്പോ അങ്കിളിന്റെ അസ്വസ്ഥതയൊക്കെ മാറി അങ്കിളിന്റെ മനസ്സിലും എന്നോടുള്ള ഇഷ്ടം കൂടുതലോ എന്ന് കരുതി ചെയ്തതാ. അങ്ങനെ തന്നെ ആയിരിക്കണം. ആയാൽ നല്ലത്. നീ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് വന്നാൽ ഓക്കെ. ഒരുപക്ഷെ നെഗറ്റീവ് ആണെങ്കിലും എന്തിനാ വെറുതെ നിന്റെ ഉള്ള സമാധാനം കൂടെ കളയുന്നേ? കൃഷ്ണേട്ടൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ ആഗ്രഹിച്ചതുപോലെ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ എന്റെ മനസ്സിന് ഇപ്പോഴേ സമാധാനം കിട്ടുമല്ലോ. കൃഷ്ണേട്ടൻ ഇതിനെതിരെ പറയരുത് പ്ലീസ്. ശരി സുജാതേ, അത് കൊള്ളാം. നീ ജ്യൂസ് കൊണ്ടുവന്നിട്ട് കൊടുക്കാതെ അങ്ങ് കൊണ്ടുപോവാണോ? അത് ടീച്ചർക്ക് ജ്യൂസ് വേണ്ടാന്ന് പറഞ്ഞു. ഓ അതാണോ കാര്യം? അതിങ്ങെടുക്ക്, ഞാൻ കുടിച്ചോളാവേ.
ഫ്രൂട്ട്സ് വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ. അതാ ഞാൻ കുടിക്കാന്ന് വിചാരിച്ചേ. അല്ലാതെ കൊതിയൊന്നും കൊണ്ടല്ലേട്ടാ. കഷ്ടം. മാത്രമല്ല എന്നും ഇത് തന്നെയാ സ്ഥിതി. ടീച്ചർ വരിക, കാത്തിരിക്കുക, പോവുക. മത്സരത്തിന്റെ സീരിയസ്നെസ് പോലും വകവെക്കാതെ ഗംഗ ഈ കാണിക്കുന്നത് നെറുകേട് തന്നെയാ. കല്യാണി നൃത്ത അക്കാദമിയിൽ ചിട്ടയായി പരിശീലനം ചെയ്യുന്നുണ്ടാവും. ഇവള് ഈ തരത്തിലാണ് പോകുന്നതെങ്കിലേ ആ കല്യാണിയെ വിളക്കെടുത്ത് വലതുകാല് വയ്പ്പിച്ച് കയറ്റേണ്ടി വരും തൃച്ചംബരത്തേക്ക്. മതി, നിർത്ത. ഗംഗ എവിടെ? ആന്റി, ഗംഗ വെളിയിൽ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുക. ഞാൻ പോയി വിളിക്കാം. വേണ്ട. ഗംഗ, ഗംഗ. വെരി ഗുഡ്. നന്നായി കളിച്ചു. മത്സരത്തിൽ നീ തന്നെ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പായി. അതെ മാഡം, ഉറപ്പായും ഗംഗ തന്നെ ജയിക്കും. താങ്ക്സ്. ഗുഡ്. കീപ് ഇറ്റ് അപ്പ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ആന്റി. തെറ്റൊന്നും വന്നില്ലെന്ന് ടീച്ചർ പറഞ്ഞത് കേട്ടില്ലേ? ഈ വീഡിയോ ആനന്ദിന്റെ മൊബൈലിലേക്ക് അയച്ചു കൊടുക്കാൻ എടുപ്പിച്ചതാ. കൊള്ളാം. തോക്കുമെന്ന ഭയം ശത്രുവിന്റെ മനസ്സിൽ ഉണ്ടാക്കുന്നത് നല്ല ഐഡിയ തന്നെയാ. സമ്മതിച്ചു നിന്നെ. ചെല്ല്. കാര്യത്തിൽ ആ സത്യം നിന്റെ കൂടെയാ. ശരി, നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യ. ഇന്ന് ഓഫീസിൽ ഒരു അർജന്റ് മീറ്റിംഗ് ഉണ്ട്. ഇടയ്ക്ക് ഞാൻ വിളിച്ചോളാം. ശരി. വല്യുഞ്ഞേ, എന്താ? അത് ഗംഗ അയച്ച വീഡിയോ എന്റെ മൊബൈലിലേക്ക് ഒന്ന് അയച്ചേക്കുവോ? അല്ല, അത് കാണുമ്പോ പ്രാക്ടീസ് ചെയ്യാൻ ഒരു ഊർജം കിട്ടും. ആഹാ, എന്റെ കെട്ടിയുള്ള ആൾ കൊള്ളാലോ. അയച്ചിട്ടുണ്ട്. പ്രാക്ടീസ് തുടങ്ങിയോ? ഞാൻ പോയിട്ട് വരാം. ശരി. അനിയൻകുട്ടാ, ഇന്ന് അനിയൻകുട്ടിന്റെ പിറന്നാളാ. അവനത് മറന്നിട്ടുണ്ടാവും. അച്ഛനത് ഓർത്തിട്ടുണ്ടാവും അറിഞ്ഞും കൂടാ. പാവം, അവനത് ഓർത്ത് ആകെ വിഷമാവുമല്ലോ. അവൻ സ്കൂളിൽ പോയിട്ടുണ്ടാവോ? അവൻ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവോ? ഒന്നും അറിയാനും പറ്റുന്നില്ലല്ലോ. വിളിപ്പുറത്തമ്മേ, എന്റെ അനിയൻകുട്ടിനെ വിഷമിപ്പിക്കല്ലേ.
ഞാൻ നോക്കിക്കോളാം. നീയേ പ്രാക്ടീസിൽ ശ്രദ്ധിക്ക. വേറെ ഒരു ചിന്തയും ഇപ്പൊ മനസ്സിൽ വേണ്ട. ദേ, ഇനി കുറച്ച് മണിക്കൂറുകളേ ഉള്ളൂ മത്സരത്തിന്. അതറിയാലോ നിനക്ക്. ശരി വലിയുഞ്ഞെ. ശരി. ആ അരവിന്ദ്, നിന്റെ ലഞ്ച് ബോക്സ് ടേബിളിൽ വെച്ചിട്ടുണ്ട്, എടുക്കാൻ മറക്കണ്ട. അച്ഛാ, ഇന്നത്തെ ദിവസത്തിന്റെ ഹലോ, ആ ഫ്ലൈറ്റ് എത്തിയോ? ഞാൻ ഇറങ്ങി. ഇന്നെന്റെ ബർത്ത്ഡേ ആണെന്ന് അച്ഛൻ ഓർത്തത് പോലും ഇല്ല. ഞാനത് പറയാൻ തുടങ്ങിയപ്പോ ദാ പോയി. എന്റെ ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പാൽപ്പായസം കൂട്ടി ഒരു സദ്യ ഉണ്ടായിരുന്നു. അതും പോയി. All of you take your textbook. Lesson 5. No time for fear. ആ ടീച്ചറെ, അത് ഈ തൃച്ചംബരത്തുള്ള അനിയൻകുട്ടന്റെ ക്ലാസ്. അത് 7A അവിടെ. ഓ താങ്ക് യു. And I was traveling on the newly കൊള്ളാം. ഇതപ്പൊ നന്നായി. പിറന്നാളുകാരൻ കരയാ. പെമ്പിള്ളേരൊക്കെ കണ്ട എന്താ വിചാരിക്കാം? കണ്ണുടച്ചേ. ഇന്ന് കമ്പനിയിൽ ഫോറിനേഴ്സ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ഉള്ളതാ. കണ്ണീരെല്ലാം തുടച്ചിട്ട് അവിടെ പോയി ലഞ്ച് കഴിക്കാൻ നോക്കും. എന്നിട്ട് എല്ലാവർക്കും സന്തോഷത്തോടെ ബർത്ത്ഡേ സ്വീറ്റ്സ് കൊടുക്കണം. വേഗമായിക്കോട്ടെ. അപ്പൊ ഇനി വൈകിട്ട് തൃച്ചംബരത്ത് കാണാം. പോട്ടെ. ശരി. ദേ വന്നിറങ്ങി അവൻ. നീ ഒരു കാര്യം ചെയ്, 2 സ്റ്റെപ്പ് അധികം കളിച്ചോ. അവന്റെ നെഞ്ചൊന്ന് കലങ്ങട്ടെ. എന്താ കെട്ടിയോളെ, പ്രാക്ടീസ് ഒക്കെ നന്നായിട്ട് ചെയ്തില്ലേ? ആഹാരം കഴിക്കുക. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ഇന്ന് മുഴുവൻ പ്രാക്ടീസ് അല്ലായിരുന്നോ? നല്ല വിശപ്പുണ്ടാവും. കഴിക്കേ. ചേച്ചിയെ 3-4 ദിവസം അടുപ്പിച്ച് കാണാതിരിക്കും. കല്യാണി, നീ എന്താ കഴിക്കാത്ത? ഏയ്, നീ കറിയാണോ? എന്താ കല്യാണി, എന്തു പറ്റി നിനക്ക്? വല്യുഞ്ഞെ, ഇന്നെന്റെ അനിയൻകുട്ടന്റെ പിറന്നാളാ. അവൻ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവോ? അവൻ അറിഞ്ഞിട്ടുണ്ടാവോ ഇന്ന് അവന്റെ പിറന്നാളാണെന്ന്? അങ്ങനെ അങ്ങ് വിടുവോ? ഒന്നുമില്ലെങ്കിൽ അവൻ തൃച്ചംബരത്ത് ആൻകൃഷ്ണന്റെ കുഞ്ഞളിയനല്ലേ?
വാ തുറക്ക. കല്യാണി, നാളെ കല്യാണി ജയിച്ചു വരും, എനിക്ക് വിശ്വാസമാണ്. കല്യാണി ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക. എന്റെ മോന് മാത്രം കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ഒരു നിമിഷം അച്ഛൻ ഓർത്തുപോയി. മോൻ കണ്ടില്ലേ, ഇതാണ് തൃച്ചംബരത്തുകാരുടെ മനസ്സ്. ആ തൃച്ചംബരത്തുകാരെയാണ് നിന്റെ ചേച്ചി തോൽപ്പിക്കാൻ നോക്കുന്നത്. ആ, നാളെ മത്സരവാ. ദൈവനിശ്ചയം എന്താന്ന് നമുക്കറിയില്ലല്ലോ. മോൻ വാ. ഞാൻ വരാം, അച്ഛൻ പോയി ഫ്രഷ് ആവാം. ശരി. കലയിൽ കാടത്തം പാടില്ലെന്നാണ്. ചിലങ്ക കെട്ടി ആടുന്നവളാണ് ഞാനും. പക്ഷെ ഗംഗെ, ആഗ്രഹിക്കുന്നതിലല്ല, ആഗ്രഹിച്ചത് നേടിയെടുക്കുന്നതിലാണ് വിജയം. 10 കൊല്ലം മനസ്സർപ്പിച്ച് നൃത്തം അഭ്യസിച്ച നിനക്കതിന് കഴിയും. പതാക, തൃപ്പതാക തുടങ്ങിയ 24 മുദ്രകൾ, 29 നൃത്തഹസ്തങ്ങൾ നാദപ്രവാള പ്രവാഹത്തിൽ മിന്നി മറയുമ്പോ തൃച്ചംബരത്തിന്റെ ചുവരുകൾ കിടുങ്ങണം. കിടുക്കണം നീ. അതിന് ചതി മാത്രമാണ് മുന്നിലുള്ള മാർഗമെങ്കിൽ ആ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടി വരും. മാത്രം ചെയ്താലേ ജയിക്കാൻ കഴിയൂ എങ്കിൽ അത് ചെയ്യണം. അതേ ചെയ്യാവൂ. എന്റെ തല അങ്ങോട്ട് പെരുക്കുന്നു. മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറ പ്രിയങ്കെ. അത് പറഞ്ഞാലേ ആന്റിക്ക് മനസ്സിലാവില്ല. പ്രവർത്തിച്ചു കാണിച്ചു തരാം. നിങ്ങൾ ഇനി വൈകിക്കണ്ട ആന്റി. നാളെ രാവിലെ തൃച്ചംബരത്തെ കുടുംബക്ഷേത്രത്തിൽ ഒരു 100 പാലും പറഞ്ഞേക്കും. ഗംഗ നക്ഷത്രമായില്ലേ? ആയില്ലോ? അപ്പൊ മകം എന്താ ആന്റി ഒന്നും അറിഞ്ഞൂടാത്തതുപോലെ? ആ, ഓഹോ, ഇപ്പൊ മനസ്സിലായി. ജാതകം തിരി ഏറ്റവും വിലപ്പെട്ട ദിവസമാണെന്ന് ദേവിക്കറിയാലോ. ഇന്ന് നടക്കുന്ന ഡാൻസ് മത്സരത്തിൽ ജയിക്കാനായില്ലെങ്കിൽ എന്നേക്കുമായി ഞാൻ തോറ്റുപോകും. കൂടെ നിന്ന് അനുഗ്രഹിക്കണം അമ്മേ. വല്യുഞ്ഞ്, കല്യാണി, വല്യുഞ്ഞ് എന്താ ആലോചിക്കുന്നതെന്ന് എനിക്കറിയാം. ആ മനസ്സ് നിറയെ ഞാൻ ജയിക്കുമെന്നുള്ള ഭയമല്ലേ? ഞാൻ ജയിക്കും വല്യുഞ്ഞെ. ഞാൻ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിക്കോളാം. നീ ഓഫീസിൽ പോയിട്ട് നേരത്തെ ഇറങ്ങാൻ പറ്റുമോ നോക്ക്. അരവിന്ദ ബ്രോ, നീ ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ല്. ശരി ബ്രോ. എന്തേലും കാര്യം ഉണ്ടെങ്കിൽ വിളിക്കണം. ശരി സുബണ, പോവാം. ആ പിന്നെ ബ്രോ, കല്യാണിയുടെ ബാഗ് ഡ്രസ് അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോകണോ? വേണ്ട, ഡാൻസിനുള്ള ഡ്രസ്സും ആഭരണങ്ങളും പാക്ക് ചെയ്ത് കാറിൽ വെച്ചിട്ടുണ്ട്. ഓ ശരി, ഓക്കെ. അപ്പൊ ഓഡിറ്റോറിയത്തിൽ കാണാം. ശരി. സുബണ, കല്യാണി. പോവാം. ഗംഗയെ കാണുന്നില്ലല്ലോ. അല്ല, നീ എന്താ കറുപ്പൊക്കെ കൊടുത്തിട്ട്? ഇന്നെന്താ കരുതിനെ ആചരിക്കാൻ പോവാ? ആന്റി, കറുപ്പിന് 7 അഴകാ.
വെറുതെ വെളിവിടാന്നിരുന്നിട്ട് ഒരു കാര്യമില്ല. ആ മാത്രമല്ല, ഒരു പക്ഷേ റിസൾട്ട് മറിച്ചെങ്ങാനോ ആണെങ്കിൽ എന്റെ പ്രതിഷേധമായിട്ട് കരുതിക്കോ. ഗംഗ ഇതുവരെ റെഡിയായി ഇറങ്ങിക്കാണുന്നു. അത് ഇളയമയും ജയന്തിയും വെയിറ്റ് ചെയ്യുന്നു. ഏതായാലും പോയി അവരുടെ പ്ലാൻ എന്താണെന്നറിയാം. ആനന്ദ് ഗ്രൂപ്പ് സംഘാടകരാണെന്നുള്ള കാര്യം മറന്നു നീ? അതൊക്കെ നോക്കാൻ അവിടെ അരവിന്ദുണ്ട്. അഖിലാന്റി വരുന്നുണ്ട്. ചേച്ചി വരെ റെഡിയായി വന്നു. ആ ഗംഗ അവിടെ എന്ത് ചെയ്യാന്ന് അറിയാൻ വയ്യല്ലോ. അത് തന്നെ. ജയന്തി, ആന്റി, ഗംഗ ഇതുവരെ ഇറങ്ങിയില്ലേ? ഇല്ല ആന്റി, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ആന്റി, ഗംഗ വരുന്നു. അല്ല, അമ്മ ഇന്നെന്തിനാ അമ്പലത്തിൽ പോകുന്നത്? ഓ, അമ്മ ആഗ്രഹിക്കുന്ന ആള് മത്സരത്തിൽ ജയിച്ചു വരണേന്ന് പ്രാർത്ഥിക്കാനായിരിക്കും. അതെ, അതിനെന്താ സംശയം? ഗംഗ ജയിക്കണേന്ന് മനസ്സുരുക്കി പ്രാർത്ഥിക്കാനാ അമ്മ അമ്പലത്തിലേക്ക് പോകുന്നത്. നീ വേണമെങ്കിൽ നിന്റെ ബ്രാൻഡ് അംബാസഡർ ജയിക്കണേന്ന് പ്രാർത്ഥിച്ചോ. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ലമ്മേ. ഒരിക്കലും ഞാൻ തോറ്റു കാണണമെന്ന് എന്റെ അമ്മ പ്രാർത്ഥിക്കില്ല എന്ന് എനിക്കറിയാം. അത് തന്നെ എന്റെ ജയം. അപ്പൊ നീ പറഞ്ഞു വരുന്നത് കേട്ടാ ഈ മത്സരത്തില് രണ്ടുപേർ സാരി ഉണ്ടോ നിനക്ക്? ഉണ്ട് വലിയ. അതെടുത്തോണ്ട് വാ. ഇത് തന്നെ. ഇത് വെച്ച് എന്ത് ചെയ്യാൻ പോവാ? അതൊക്കെ പറയാം. ആദ്യം നീ സാരി ഉടുത്ത് ഇറങ്ങാൻ റെഡിയാവ്. ചെല. ശരി. അവക്കറിയാം സമയത്തിന് വരാൻ. ആന്റി, എനിക്കൊരു സംശയം. അതെ ആന്റി, ഈ ഡാൻസ് മത്സരം നടക്കുന്നതിനിടയിലേ വല്ല ലഘുഭക്ഷണം ഉണ്ടാവോ? ഇപ്പൊ അമ്പലപ്പറമ്പിൽ നാടകം കാണാൻ പോകുന്നിടത്ത് വരെ ഒരു കട്ടൻ കാപ്പിയും ബിസ്ക്കറ്റെങ്കിലും ഉണ്ട്. നോക്കി പേടിപ്പിക്കുന്ന എന്തിനാ? ഇല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് കയ്യിൽ വെക്കാനല്ലേ ചോദിക്കുന്നത്? എനിക്ക് വിശന്നിരിക്കാനൊന്നും വയ്യ. ഈ ക്ലാസിക്കൽ ഡാൻസിന്റെ സ്റ്റെപ്പ് കാണുമ്പോഴേ എനിക്ക് വിശപ്പ് തുടങ്ങും. കൊള്ളാം. ഇപ്പൊ കണ്ട ജയന്തിയാണെന്നേ തോന്നുന്നു. ഇനി നീ കുറച്ചേരം ഒളിച്ചിരിക്ക. ഞാനേ ജയന്തി ഇങ്ങോട്ട് വിളിക്കാൻ പോവാ. ഇളയമ്മ താഴെ മൊബൈലിൽ കളിച്ച അതേ ഇരിപ്പ. ജയന്തിയെ 2-3 പ്രാവശ്യം ഇളയമ്മയുടെ മുന്നിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്തും ഞാൻ. ഇത് കാണുന്ന ഇളയമ്മ ജയന്തിയുടെ ഡ്രസ്സിൽ ഇറങ്ങിപ്പോകുന്ന നിന്നെ ജയന്തിയാണെന്ന് കരുതി കൂടുതൽ ശ്രദ്ധിക്കില്ല. അതുകൊണ്ട് തന്നെ വെളിയിലേക്ക് ഇറങ്ങാൻ നിനക്കത് ഉപകരിക്കും. ഞാൻ വിളിക്കുന്നവരെ നീ മറിഞ്ഞിരിക്കണം. ഓക്കെ? ശരി വലിയ. എന്നാ വാ പോ. തുള്ളി കുതിച്ചത് എങ്ങോട്ടാ? ആനന്ദേട്ടനെ കുറച്ച് ചൂടുവെള്ളം വേണമെന്ന് എന്നോട് പറഞ്ഞു. ഞാനൊന്ന് കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ. അയ്യോ, ചായ റെഡിയാണ് മാഡം. എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ചായ ആയിരിക്കും. പൊക്കോ.
മാഡം ചായ. ആ ട്രേയോട് കൂടി തന്നേക്ക്. നീ പൊക്കോ. ശരി മാഡം. വെളിയിൽ കിടക്കുന്ന ഗ്രേ കളർ ഇന്നോവ കാറിൽ കയറിയിരിക്കാം. ഞാൻ വരാം. ശരി വിലുവിനെ. വാ. ജയന്തി, പോയി ദാസേട്ടനോട് കുറച്ച് മുല്ലപ്പൂ വാങ്ങിക്കൊണ്ടുവരാൻ പറയും. അല്ല, ജയന്തി മുല്ലപ്പൂവിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഇല്ല മാഡം. കുറച്ച് മുല്ലപ്പൂ വേണമായിരുന്നു. ഗംഗയ്ക്ക് നൃത്തത്തിന് ചൂടാനുള്ളതാ. വാങ്ങാം മാഡം. ദേ ഇപ്പൊ വേണം. ആദ്യം അത് വാങ്ങി തന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താ മതി. ശരി മാഡം, ഞാനിപ്പോ തന്നെ വാങ്ങാം. ജയന്തി അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും സ്റ്റെയർ ഇറങ്ങി വന്നത്? ആന്റിക്ക് എന്ത് പറ്റി? അല്ല, നീ ഇപ്പൊ ദാസേട്ടനോട് മുല്ലപ്പൂവിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? മുല്ലപ്പൂവോ? അതിന് മുല്ലപ്പൂവിന്റെ കാര്യമൊന്നും ആന്റി എന്നോട് പറഞ്ഞില്ലല്ലോ. വട്ടായോ? ഈ കുതന്ത്രങ്ങളെല്ലാം തലയിൽ കയറിയിരുന്ന് തലച്ചോറ് ബ്ലോക്കായി. എന്തു പറ്റി ആനന്ദേ? അല്ല, നീ എന്താ തെരയുന്നേ? ഇവിടെ പാർക്ക് ചെയ്തിരുന്ന ഇന്നോവ കാർ ഇവിടെ പോയി. ആ അതാണോ? അത് ദാസേട്ടൻ കൊണ്ടുപോയി. ചതിച്ചല്ലോ ദൈവമേ. അതിനുള്ളിൽ വെച്ച് കല്യാണിയെ ദാസേട്ടൻ കണ്ട അതോടെ തീർന്നു എല്ലാം. ദാസേട്ടൻ മുല്ലപ്പൂ വാങ്ങിച്ചിട്ട് ഇപ്പൊ ഇങ്ങ് വരും. അല്ല, നീ എന്താ ആലോചിക്കുന്നേ? നിനക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഏയ് ഒന്നുമില്ല. സോറി കുഞ്ഞെ, ഈ കാറിലാ പോകുന്നത് ഞാൻ അറിഞ്ഞില്ല. സാറില്ല ദാസേട്ടാ, ചാവി വണ്ടി തന്നെ ഉണ്ട് കുഞ്ഞെ. ആ ശരി. വിലാസിനി മാഡം ആന്റി അകത്തുണ്ട്. അതുകൊണ്ട് പുറകിലല്ല, ഫ്രണ്ടിലിരുന്നാ മതി. ശരി. പോവാം.
നമ്മൾ പിക്നിക്കിന് പോവല്ലോ, ഡാൻസ് കാണാനല്ലേ. അത് കഴിഞ്ഞിട്ട് മതി തിന്നലും കുറയ്ക്കലും ഒക്കെ. നല്ല മണം. ഏത് പെർഫ്യൂം ആനന്ദേട്ട ഉപയോഗിക്കുന്നേ? അത് ഈ കാറിലെ പെർഫ്യൂമാണ്. ഓ, കാറിന്റെ പെർഫ്യൂം ആണോ? ഞാൻ കരുതി ആനന്ദേട്ടൻ ഉപയോഗിക്കുന്ന പെർഫ്യൂമിന്റെ മണമായിരിക്കും. ഏതായാലും നല്ല മണം. അടിപൊളിയാ. ഇവിടെ ഇറങ്ങിക്കും, ഞാൻ കാറ് പാർക്ക് ചെയ്തിട്ട് വരാം. ശരി ആനന്ദേട്ടാ, ഞാൻ ഇവിടെ നിൽക്കാവേ. ആ ജയന്തി, എന്താ ആനന്ദേട്ടാ? ആ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെല്ല, കല്യാണി വന്ന് നിപ്പുണ്ടാവും. ആ ശരി ആനന്ദേട്ടാ, ഞാൻ നോക്കാവേ. ശരി. കല്യാണി അവൾ ഇന്ന് പങ്കെടുക്കാതിരുന്ന ഗണപതിക്ക് 101 തേങ്ങ ഉടയ്ക്കാന്ന് നേർന്നിട്ടാ ഞാൻ വന്നേക്കുന്നത്. അല്ല പിന്നെ ആനന്ദേട്ടാ, ഞാനിവിടെ എല്ലാം നോക്കി, അകത്തും പോയി നോക്കി, ആളെത്തിയിട്ടില്ല. ഇനി വരുന്ന വഴിക്ക് വല്ല ആക്സിഡന്റും? അവള് വരില്ല. അതിനു വേണ്ടിയുള്ള ഈ കാത്തിരിപ്പ് വെറുതെ. ബ്രോ, കല്യാണി എത്തിയില്ലേ? വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ. അവള് ഡാൻസ് സ്കൂളിൽ നിന്ന് നേരെ ഇങ്ങ് എത്താന്നാണല്ലോ പറഞ്ഞത്. അതൊക്കെ പോട്ടെ, ഈ കോമ്പറ്റീഷനിൽ നീ ഉറപ്പായിട്ടും ജയിച്ചിരിക്കണം. കല്യാണി അടുത്തേക്ക് വന്നപ്പോ ആനന്ദേട്ടന്റെ കാറിലുണ്ടായിരുന്ന അതേ പെർഫ്യൂമിന്റെ മണം. ശരിയല്ല, ഇനി സമയമായി, ഭാഗത്തേക്ക് പോ. ശരി. കല്യാണി ഒന്ന് നിന്നേ. നീ ഏത് പെർഫ്യൂം അടിച്ചേക്കുന്നേ? അത് ഡാൻസ് സ്കൂളിൽ വെച്ച് അവിടെ നിന്നൊരു പെർഫ്യൂം എടുത്ത് അടിച്ചതാ. പേരൊന്നും എനിക്കറിയില്ല. വാ പോവാം. ജയന്തി വരുന്നില്ലേ? ഇല്ല, ആന്റി കൂടി വരട്ടെ. ഓ വാ. ഞാൻ നടന്നു. ആ കാറിലുള്ള പെർഫ്യൂം തന്നെ കല്യാണിയെ മണക്കണമെങ്കിൽ അതിലെന്തോ കാര്യമുണ്ട്. മാത്രമല്ല എന്റേതുപോലുള്ള സാരിയാണല്ലോ അവൾ ഉടുത്തേക്കുന്നത്. ബ്ലൗസിന് മാത്രം കുറച്ച് വ്യത്യാസമുണ്ട്. ഈ സാരി ഉടുത്ത് വന്ന കാര്യത്തിൽ എന്തോ ഒരു കള്ളത്തരമുണ്ട്, അതുറപ്പാ. വെച്ചിട്ടുണ്ടടി. ഇപ്പൊ മനസ്സിലായോ കാര്യങ്ങൾ? മനസ്സിലായി മനസ്സിലായി. പിടിക്കും. വാടി. പോലെ ജയിച്ചു നിൽക്കുകയാ. ഇന്ന് നടക്കുന്ന ഫൈനൽ മത്സരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോ
മനസ്സിലൊരു ടെൻഷൻ. കോടികളുടെ ബിസിനസ് ഡീൽ നടത്തുമ്പോ പോലും എനിക്ക് ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഗുരുജി. ആദ്യമായിട്ടാ മനസ്സിങ്ങനെ കലങ്ങി മറിഞ്ഞു കിടക്കുന്നത്. ഈ മത്സരത്തിൽ ഞാൻ മരുമകളായി തീരുമാനിച്ചു വച്ചിരിക്കുന്ന ഗംഗ തന്നെ ജയിക്കണമെന്ന എന്റെ ആഗ്രഹം. എന്റെ ആഗ്രഹം പോലെ ഗംഗ തന്നെ ജയിക്കുമോ ഇല്ലയോ എന്ന് ഗുരുജി ഒന്ന് നോക്കി പറയണം. ഇവിടെ ഇപ്പോ ഒരു നിമിഷം, യാതൊരുവിധ സന്ദേഹവും വേണ്ട, ഒട്ടും വിഷമിക്കുകയും വേണ്ട, സന്തോഷമായി പൊക്കുന്നു. സന്തോഷമായി ഗുരുജി, സന്തോഷമായി. അമ്മേ, വരട്ടെ. ആയിക്കോട്ടെ. കരസ്ഥമാക്കാൻ എത്തിയിരിക്കുന്നത്. ആന്റി, ഞാൻ പോയിട്ട് വരാം. ആരും കൊതിക്കുന്ന സമ്മാനത്തിനായുള്ള മത്സര മാമാങ്കം ഇവിടെ ആരംഭിക്കുകയാണ്. കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കുക. ബ്രോ, ടെൻഷനൊന്നും വേണ്ട, കല്യാണി ജയിക്കും. ആദ്യ മത്സരാർത്ഥി അക്ഷര രവിശങ്കർ. വെൽക്കം ടു ദ സ്റ്റേജ്. സൂപ്പർ, പഠിപ്പിച്ചു വിട്ടതുപോലെ ഉണ്ട്. ഒന്നുകിൽ ചിലങ്ക എടുത്ത് കെട്ടുമ്പോ, ഇല്ലെങ്കിൽ ഡാൻസ് കളിച്ച് തുടങ്ങുമ്പോ ഈ തേർഡ് അതിന്റെ ഡ്യൂട്ടി ചെയ്തിരിക്കും. പിന്നെ എങ്ങനെ നീ ഈ മത്സരത്തിൽ ജയിക്കുമെന്ന് എനിക്കൊന്ന് കാണണം. കല്യാണി, ഞാൻ അങ്ങോട്ട് പോവാണേ. എന്നെ ആന്റി മോനെ, എത്ര നാളായടാ ചേച്ചി നിന്നെ ഒന്ന് കണ്ടിട്ട്? സുഖല്ലേ നിനക്ക്? സുഖോ ചേച്ചി. ചേച്ചിയെ കാണാത്തൊരു സങ്കടം ഉണ്ടായിരുന്നുള്ളൂ, അതിപ്പോ മാറി. അത് പോട്ടെ, ചേച്ചി ഡാൻസ് സ്കൂളിൽ പോയി എല്ലാം പഠിച്ചോ? ജയിക്കുമല്ലോ അല്ലേ? പഠിച്ചു. ജയവും തോൽവിയൊക്കെ ദൈവത്തിന്റെ കയ്യിലല്ലേ അനിയൻകുട്ടാ? ചേച്ചി തന്നെ ജയിക്കും, എനിക്ക് ഉറപ്പാ. ചേച്ചിക്ക് വേണ്ടി ഞാനും അച്ഛനും വിളപ്പുറത്ത് അമ്മയ്ക്ക് പൂജയൊക്കെ ചെയ്തിട്ടാ വന്നേ. സന്തോഷായി അച്ഛാ. എനിക്ക് വേണ്ടി എന്റെ അച്ഛൻ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചുവല്ലോ. എന്റെ ജയം അച്ഛനും ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലായി. നിനക്ക് വേണ്ടി തന്നെ അച്ഛൻ അമ്പലത്തിൽ പോയത്. പക്ഷേ നീ ജയിക്കണമെന്ന് പ്രാർത്ഥിക്കാനല്ല, നീ തോൽക്കണമെന്ന് പ്രാർത്ഥിക്കാനാ ഞാൻ വിളപ്പുറത്തമ്മയുടെ മുമ്പിൽ പോയത്. ചേച്ചി പറയേ ചേച്ചി, ചേച്ചി കാലിന് എന്ത് പറ്റി? പറയേ ചേച്ചി, എന്ത് പറ്റി? അയ്യോ,
തേള് ചേച്ചി, തേള് അടിച്ചോ ചേച്ചിയെ? ഈശ്വര ചേച്ചി, ഞാനിപ്പോ പോയി വല്ലുവിനെ വിളിച്ചിട്ട് വരാം. അയ്യോ അനിയൻകുട്ടാ വേണ്ട ചേച്ചി, തേള് വിഷമുള്ളതാ. ഇത് ഹോസ്പിറ്റലിൽ കാണിക്കണം. വേണ്ട അനിയൻകുട്ടാ, വല്ലുവിനോട് പറയണ്ട. എന്റെ അനിയൻകുട്ടനല്ലേ, പ്ലീസ്. വാശി കാണിക്കരുത് കല്യാണി. വാശിയല്ല വല്യ കുഞ്ഞെ, എനിക്കിനി നഷ്ടപ്പെടുത്താൻ വയ്യ. വല്യുഞ്ഞിനെ സ്വന്തമാക്കാൻ എന്റെ മുന്നിലുള്ള ഏക വഴിയായത്. ഇത് വേണ്ടെന്ന് പറയരുത്. എന്ന് എഴുന്നേൽക്കുക കല്യാണി, അടുത്ത പാർട്ടിസിപ്പന്റ് കല്യാണിയാ. ഞാൻ വന്നോളാം. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെന്നിട്ട് വേണം സ്റ്റേജിലേക്ക് ഇറങ്ങാൻ. നടക്കാൻ പറ്റുമോ നിനക്ക്? പറ്റും വല്യ കുഞ്ഞെ, ഞാൻ സ്റ്റേജിൽ വന്നിരിക്കും. അമ്മയാണല്ലോ. ആ ഹലോ അമ്മേ. ആ മത്സരം എന്തായി, കഴിഞ്ഞു? ആ ഗംഗയുടെ നൃത്തം കഴിഞ്ഞു. ഇനി അടുത്ത് കല്യാണ മത്സരാന്നാ പറഞ്ഞേ. ശരി, കഴിയുമ്പോ വിളിക്കേ. ആ ശരി ശരി ശരി, ഓക്കെ. ഈ മത്സരത്തിലെ ലാസ്റ്റ് പാർട്ടിസിപ്പന്റ് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനി